അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LGS വേരിയസിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു വാർത്ത ഉദ്യോഗാർത്ഥികളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത പത്രമാധ്യമങ്ങളിൽ കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. തൊഴിൽ വാർത്തയിലൊക്കെ നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു. LGS തസ്തികകളിൽ കാർഷിക സർവകലാശാല നിയമനം നിർത്തി എന്നുള്ള ഒരു വാർത്തയാണ് കണ്ടത്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ലാബ് അസിസ്റ്റന്റ്, ഡ്രൈവർ, ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികകളിൽ സ്ഥിര നിയമനം നിർത്തിവെച്ച് കാർഷിക സർവകലാശാല ഉത്തരവിട്ടു എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ തൊഴിൽ വാർത്തയിലും പത്രമാധ്യമങ്ങളിൽ കൂടെയൊക്കെ പല ഉദ്യോഗാർത്ഥികളും കണ്ടിട്ടുണ്ടാവും അല്ലെ. ഈ ഓഫീസ് സംവിധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കേഡർ സ്ട്രെങ്ത് പുതുക്കി നിശ്ചയിക്കുന്നതിനായിട്ടാണ് PSC വഴിയുള്ളതും അല്ലാതെയുമുള്ള മുഴുവൻ നിയമനങ്ങളും നിർത്തിവെച്ച് പൊതുഭരണ വിഭാഗം ഉത്തരവിറക്കിയത്. 5 കാറ്റഗറികളിലുള്ള തസ്തികകളുടെ 233 ഒഴിവുകൾ കുറവ് ചെയ്യുന്നതിന് ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. ബാക്കി തസ്തികകൾ 391 നിജപ്പെടുത്തണം. അതുവരെ പുതിയ നിയമനങ്ങൾ നടത്തരുതെന്ന് രജിസ്ട്രാർ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അധികമെന്ന് കണ്ടെത്തിയ തസ്തികകൾ മരവിപ്പിച്ച് കേഡർ സ്ട്രെങ്തില് സാങ്കല്പികമായി ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ നിലവിലെ സർക്കാർ സർവകലാശാല ഉത്തരവുകൾക്കനുസരിച്ച് ഇവ അതാത് ഗ്രേഡുകളിൽ നിലനിർത്തി നിലവിലെ ജീവനക്കാരെ സംരക്ഷിക്കും. അതുപോലെ തന്നെ ഇവ സൂപ്പർ ന്യൂമറായി പരിഗണിച്ച് ഇപ്പോൾ ജോലി ചെയ്യുന്നവർ വിരമിക്കുന്നതോടെ തസ്തിക ഇല്ലാതാക്കാനാണ് തീരുമാനം. ഈ തസ്തികകൾ സർവകലാശാല സർവീസിന്റെ സ്ഥിരം സംവിധാനത്തിൽ നിന്ന് റദ്ദാക്കിയ വിവരം PSCയെ രജിസ്ട്രാർ ഉടനടി അറിയിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇതിലേക്കുള്ള തുടർ നിയമനം നിർത്തിവെക്കുന്നതിനായി ചട്ടപ്രകാരം വിജ്ഞാപനം ചെയ്യുകയും വേണം. എന്നാൽ ഇവയിലേക്ക് നിയമനം നടത്തേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനോ സമിതിയോ കരാർ ദിവസവേതനാടിസ്ഥാനത്തിൽ മാത്രം താൽക്കാലികമായി നിയമനം നടത്താം. ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലെ സ്ഥിരം നിയമനം കരാർ അടിസ്ഥാനത്തിൽ നികത്താൻ പാടുള്ളൂ എന്ന ധനവകുപ്പിന്റെ കഴിഞ്ഞ മാർച്ച് 20 ഉത്തരവിന്റെ ചുവട് പിടിച്ചാണ് കാർഷിക സർവകലാശാല നിയമനങ്ങൾ നിർത്തിവെക്കുന്നത്. എന്നാൽ ധനവകുപ്പ് ഈ ഉത്തരവ് പിന്നീട് പരിഷ്കരിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് കണക്കിലെടുക്കാതെയാണ് ഈ ഡ്രൈവർ, LGS തസ്തികകൾ ഉൾപ്പെടെയുള്ള തസ്തികകൾ വെട്ടിക്കുറയ്ക്കൽ നടപ്പാക്കുന്നത്. ഈ ഓഫീസ് സംവിധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം തസ്തികകളിൽ LGS പോലുള്ള തസ്തികകളിൽ നിലനിർത്തേണ്ട ആവശ്യമില്ല, സ്ഥിര നിയമനങ്ങൾ ആവശ്യമില്ല എന്നുള്ള ധനവകുപ്പിന്റെ ഉത്തരവിന്റെ ചുവട് പിടിച്ചാണ് കാർഷിക സർവകലാശാല ഇത് നിർത്തലാക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ തസ്തികകളിൽ ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു സൂപ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഓഫീസ് സംവിധാനം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലും ഇതിൻ്റെ അത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയം നിലനിൽക്കുന്നു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ആശങ്ക ഉയർത്തുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള തസ്തികകൾ നിർത്തലാക്കുകയാണെങ്കിൽ മുമ്പോട്ട് വരുമ്പോൾ LGS തന്നെ ഉണ്ടാവുമോ എന്ന ഒരു ഭീതിയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ LGS വേരിയസിന്റെ റിസൾട്ട് ജില്ലാ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ തസ്തികകളിലും പുതിയ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനങ്ങൾ കുറയാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇനിയും പുതിയ നിയമനങ്ങൾ കൂടുതൽ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികളും ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെയധികം ചിന്താകുലമായി കൂട്ടായ ഒരു ആലോചനയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായി നിലവിൽ നിർത്തലാക്കുന്ന തസ്തികകളെ പുനർനിർണയിക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള തസ്തികകൾ നിർത്തലാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉടനടി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും മുമ്പോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ എല്ലാം തന്നെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള നിർത്തലാക്കിയ തസ്തികളെല്ലാം തന്നെ അത് നിർത്തലാക്കാൻ പാടില്ലെന്നും അങ്ങനെയുള്ള തസ്തികളൊക്കെ തന്നെ നിലനിർത്തണമെന്നുള്ള ഒരു ദൃഢ തീരുമാനത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ഒരു കൂട്ടായ പ്രവർത്തനം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നിർത്തേ. നന്ദി, നമസ്കാരം.